നിങ്ങളുടെ സൈക്കോളജി ഏറ്റവും പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് എത്ര ക്യാഷ് എടുക്കാൻ പറ്റുമോ ഫുൾ ക്യാഷ് ലോക്കിംഗ് പീരീഡ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ബോണ്ടാകാം, സോവറിൻ ഗോൾഡ് ബോണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല, അല്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുറച്ചൊരു 10,000 രൂപ കടന്നു ട്രേഡ് ചെയ്യാൻ, അപ്പോൾ അത് പൂർണ്ണമായിട്ടും സീറോ ആകും. വീണ്ടും കടം വാങ്ങും, സീറോ ആകും. പണയം വയ്ക്കും, സീറോ ആകും. കൂടുതൽ പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവരുത്, ഒരു സോഴ്സിൽ നിന്ന് വലുതായിട്ട് ഉണ്ടാവരുത്, എങ്കിലേ ഈ സൈക്കോളജി വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, നമ്മളതിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്വർണ്ണം ആയാലും എന്തായാലും പെട്ടെന്ന് മറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൈസ ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവുക, അതെല്ലാം മാറ്റിയിട്ട് വേണം, ലോക്ക് ചെയ്തിട്ട് വേണം ഇത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കടം മേടിക്കും, ട്രേഡ് ചെയ്യും, പോകും, വീണ്ടും കടം മേടിക്കും, വീണ്ടും പോകും, വീണ്ടും കടം മേടിക്കും, വീണ്ടും പോകും. പിന്നെ ഇത് റോൾ ചെയ്യാനോ കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയിലെത്തും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തണം, എങ്കിലേ ഈ സൈക്കോളജി നിങ്ങളുടെ മനസ്സ് സെറ്റാവും. എത്തുമ്പോൾ നിങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പൈസ എടുക്കാനും പറ്റില്ല. കടം മേടിച്ചത് എല്ലായിടത്തും മേടിച്ചു, സ്വർണ്ണമെല്ലാം ഉണ്ടായിരുന്നത് അതും പണയത്തിലായി. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ സൈക്കോളജി വർക്കൗട്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരിക്കാം, അപ്പോൾ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്, മോശമാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു മോശവുമില്ല. അങ്ങനെ മോശമാണ് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏരിയ വിട്ടിട്ട്, ഏരിയ വിട്ടിട്ട് വേറൊരു ഏരിയയിലേക്ക് എന്തെങ്കിലും ജോലിക്ക് പോകും. ഒരു ഹെൽപ്പറായിട്ട് പോയാൽ പോലും 1000-800 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ പോയി കുറേ ദിവസം പോയിട്ട് ഈ ചെറിയ കടം മേടിച്ചതൊക്കെ കടം തീരും, കൊടുത്ത് തീർക്കുക. അത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, കടം കൊടുത്ത് തീർക്കുക. ജോലിയിൽ മടുപ്പൊന്നും തോന്നില്ല, കാരണം ഈ പൈസ അടച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അവസാനത്തെ വഴി, എൻഡ്, അല്ലേ? അവസാനത്തെ പിടിപള്ളിയാണ്. എന്തും സഹിച്ച് ആ ജോലി ചെയ്യുക. ഉത്തരവാദിത്വ ബോധം എല്ലാം തോന്നും. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തി എന്താണെന്നുള്ള റിയലായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴായിരിക്കും നിങ്ങൾ തിരിച്ച് ആ കടമൊക്കെ തീരുമ്പോൾ, ചെറിയ കടങ്ങൾ വരുത്തി വയ്ക്കാവും. ചെറിയ കടങ്ങൾ തീരുമ്പോൾ 10,000 രൂപ എടുത്തിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരിക. ട്രേഡിങ്ങിൽ വരുമ്പോൾ അപ്പോഴും മാത്രമേ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരുന്നാലും ആരുടെയൊക്കെ വീഡിയോ കണ്ടാലും നിങ്ങൾ റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും പൊസിഷൻ സൈസും ഒക്കെ ചെയ്തിട്ട് മാന്യമായ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ വിജയിച്ചു തുടങ്ങത്തുള്ളൂ. 3 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം പൈസ നിങ്ങൾക്ക് എടുക്കാനും അത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉള്ളതാകാൻ പറ്റും.